തന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള്? ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവ് ദ ഡേറ്റിന് നിങ്ങളെ വിടുന്നത്, ഇല്ലേ? am I right? അല്ലേ? എവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ? എന്താണ് ഈ കോൺട്രഡിക്ഷന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്? മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ആ കല്യാണം തീരുമാനിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ വഴിയിൽ ഒരു പയ്യനോട് സംസാരിച്ചു, ബസ്സിൽ ഒരു ചെറുക്കനെ മറ്റേ സുബ്രഹ്മണ്യപുരം സിനിമയിലെ പോലെ ഒന്ന് കണ്ണുകൊണ്ട് 70s പ്രേമത്തിലൊന്ന് കണ്ണുകൊണ്ട് നോട്ടവിട്ടാൽ പോലും അച്ഛന്റെ അമ്മയുടെ മുമ്പിലെത്തി താക്കീതും പിന്നെ ഫോൺ പിടിച്ചു വെക്കലും 2 ദിവസത്തെ കത്താഴം ഉണ്ണായും ഒക്കെ ഉള്ള വീടുകൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തിന് അങ്ങ് കയറൂരി അഴിച്ചങ്ങ് വിടുവാണല്ലോ. എന്താ ഇത്? എന്താ മോളെ? അതെന്തുകൊണ്ടാ? യെസ്, എല്ലാ നാട്ടുകാരും ചെയ്യുന്നു, എല്ലാ പശുക്കളും അപ്പിയിടുന്നു. നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ലേ? ഡോക്ടറെ വിളിക്കണ്ടേ? പക്ഷെ എല്ലാ പശുക്കളും പാല് തരുന്നു, നമ്മുടെ പശു പാല് തന്നില്ലല്ലോ. അറിയാം, പാലിന്റെ കറവ് കഴിഞ്ഞു, 10 മാസമായി, അല്ലെങ്കിൽ ഇത് വയസ്സായി. അവിടെയാണ് ലോജിക്ക്. മറ്റേതിന് ലോജിക്കില്ല, അല്ലേ? എത്ര പാവപ്പെട്ട വീട്ടിലെ അച്ഛനമ്മമാരാണ് ഈ സേവ് ദ ഡേറ്റ് നടത്താനും മൈലാഞ്ചി കല്യാണം നടത്താനും ഈ പറഞ്ഞ പോലെ തലേ ദിവസം മെഹഫിൽ നടത്താനും. പിന്നെ അതിനേക്കാൾ ഭീകരമായി ഞാൻ ഞെട്ടിയിട്ടുള്ള കാര്യം, തിരുവനന്തപുരം പോത്തീസ്, ആറമ്പീസ്, മറ്റേത് മറിച്ചത്, പിന്നെ ഇവിടൊക്കെ വിട്ടിട്ടങ്ങ് തമിഴ്നാടും കർണാടകയും എന്ന് വേണ്ട എവിടേക്കൊക്കെയാണ് ഫാമിലി ഡ്രസ് എടുക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊന്നല്ല, ഈ എന്നോട് പിണങ്ങരുത്, ഈ ഓൾ സയൻസ് കോളേജിലെ പെൺമക്കളോടല്ല, കേരളത്തിലുള്ള മുഴുവൻ പെൺകുട്ടികളോടും ചോദിക്കാൻ നാണമില്ലേ നിനക്കൊക്കെ? നാണമില്ലേ നിങ്ങൾക്കൊക്കെ? നിങ്ങൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നിങ്ങളുടെ ഈ മൗനവും ഈ പറഞ്ഞ കട്പുത്തലി പോലെ, ഇന്ത്യയിൽ പറയുന്നതാണ് മാനിക്വീൻ പോലെ കെട്ടി അലങ്കരിക്കാൻ നിന്നുകൊടുക്കുന്ന ടൂളായി വിട്ടുകൊടുക്കുന്ന നിങ്ങളുടെ ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം ഫ്രീസാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം, അത് മറ്റേ രാംജി റാവു സ്പീക്കിംഗിലെ സിനിമയിൽ പറഞ്ഞാലേ, ആ പ്രവർത്തനം ആദ്യം അവസാനിപ്പിക്കും. ഇനി അതല്ല, കുറച്ചു പേർക്ക് ഇതങ്ങ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നാണെങ്കിൽ പോയി പണിയെടുത്ത് സ്വന്തമായി പണം ഉണ്ടാക്കി പോയി നടത്തൂ. എന്താ റൈറ്റ് അല്ലേ? ഈ സേവ് ദ ഡേറ്റും മണ്ണാങ്കട്ടയും ഒക്കെ നിങ്ങൾക്ക് നടത്തണമെങ്കിൽ പാവപ്പെട്ട അച്ഛനമ്മമാർ അരി കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, രോഗം വന്നാൽ മരുന്ന് വാങ്ങാതെ കരുതി വെച്ച, ഉറുമ്പിനെ പോലെ കരുതി വെച്ച പണം കൊണ്ടുപോയി ആറ്റിലൊഴുക്കുന്നു, തോട്ടിലൊഴുക്കുന്നു, കടലിൽ കുളിക്കുന്നു, മൈലാഞ്ചിയാക്കി കളയുന്നു, പോത്തീസിന്റെ പട്ടായി കളയുന്നു. പിന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അവിടെയാണ് മകളെ ഭയം പോകാതിരിക്കുക. മനസ്സിലായില്ലേ? ഭയത്തിന്റെ വഴികളാണ്. നിങ്ങൾ അലങ്കാര വസ്തുക്കളായി നിന്നു കൊടുത്താൽ നിങ്ങളിലേക്ക് അലങ്കാരങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് കഴുത്തു നോക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് ആടയാഭരണങ്ങൾ, പിന്നീട് വരുന്ന ആടയാഭരണങ്ങളാണ് അടി, ഇടി, തൊഴി, മണ്ണെണ്ണ സ്റ്റവ് പൊട്ടല്, ഗ്യാസ് പൊട്ടല്, ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കല്, മറ്റേത്, അതൊക്കെ ആഭരണങ്ങളാണ്. ഇതിന്റെ പിന്നാലെ വരുന്ന